വെൽക്കം ഓൾ. നമുക്കിന്ന് എച്ച് എസ് എയിലെ കുറച്ച് പോർഷൻസ് നോക്കാം. ആദ്യം ഫിസിയോളജിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത്. ഫിസിയോളജിയിൽ ആദ്യത്തെ സിലബസ് നോക്കിക്കഴിഞ്ഞാൽ ഫിസിയോളജിയിൽ ആദ്യത്തെ ഒരു പോർഷനാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ന്യൂട്രീഷനിൽ കവർ ചെയ്യുന്ന പോർഷൻസ് ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻ, ബാലൻസ്ഡ് ഡയറ്റ്, ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്, വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ്, ലൈഫ് സ്റ്റൈൽ ഡിസീസസ്, റോൾ ഓഫ് ഫൈബേഴ്സ്, നെർവ്സ് ആൻഡ് ന്യൂറൽ കൺട്രോൾ ഓഫ് ഡൈജഷൻ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ന്യൂട്രീഷൻ, ടൈപ്സ് ഓഫ് ന്യൂട്രീഷൻസ് എന്താണ്, അതുപോലെ തന്നെ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്. ഇപ്പോൾ ഒരുപാട് പേര് ഡയറ്റൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, അപ്പോൾ എന്താണ് ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്, അതുപോലെ ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ്, വൈറ്റമിൻ ഡിഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസസ് ഏതൊക്കെയാണ്. പെർട്ടിക്കുലർലി നമ്മളിപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ മെയിനായിട്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസിനെ കുറിച്ചാണ് പറയുക. എന്തൊക്കെ ഡിസീസസ് വരും വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട്, എന്തൊക്കെ വരും, അതുപോലെ എന്തൊക്കെയാണ് സോഴ്സസ്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തതാണ് ന്യൂട്രീഷൻ. എന്താണ് ന്യൂട്രീഷൻ? ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഫുഡ് കൺസ്യൂം ചെയ്തിട്ട്, അതായത് ഒരു സംഭവം കഴിച്ചിട്ട് ആ ഒരു ഓർഗാനിസം അതിൻ്റെ ഗ്രോത്തിന്, അതിൻ്റെ ബോഡി മെയിൻ്റനൻസിന്, റിപ്പയർ ഓഫ് ടിഷ്യൂസിന് വേണ്ടിയിട്ട് ഒരു സംഭവം യൂസ് ചെയ്യുകയാണെങ്കിൽ അതാണ് ന്യൂട്രീഷൻ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ഫുഡ്, ഇപ്പോൾ ജങ്ക് ഫുഡ്സ് ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ അതിൽ ന്യൂട്രീഷൻ ഉണ്ടാവുമോ? ഉണ്ടാവണമെന്നില്ല. ഉണ്ടാവാനുള്ള ചാൻസസ് എന്താണ്? കുറവാണ്. ഇപ്പം നമ്മൾ ഫ്രൈഡ് ചിക്കൻ കഴിക്കുകയാണെങ്കിൽ പ്രോട്ടീൻ ഉണ്ടാവും അതിൽ. പ്രോട്ടീൻ മാത്രമാണോ ഉള്ളത്? നമുക്ക് കാർബോഹൈഡ്രേറ്റ്സ് വേണം, നമുക്ക് വൈറ്റമിൻസ് വേണം, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണം അല്ലേ നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ മാത്രമേ പ്രോപ്പറായിട്ട് ഒരു ഓർഗാനിസത്തിൻ്റെ ബോഡി ഫങ്ഷൻസ്, ബയോളജിക്കലായിട്ടുള്ള വൈറ്റൽ ഫങ്ഷൻസ് ഒക്കെ നടക്കുകയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുന്ന സംഭവമാണ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ളതാണ് ന്യൂട്രീഷൻ. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ന്യൂട്രീഷ്യസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, ബേസിക്കലി അതിൻ്റെ റീസൺ ഹ്യൂമൻസ് എന്താണ്, ഹോളോസോയിക് ആണ്. ഹോളോസോയിക് എന്ന് പറഞ്ഞാൽ എന്താ? അങ്ങനെ തന്നെ വിഴുങ്ങാണ് നമ്മൾ ഭക്ഷണം ചെയ്യുക അല്ലേ. ചവച്ചരയ്ക്കും, നമ്മൾ കിട്ടുന്ന എന്താണോ അത് നേരെ കഴിക്കുക ചെയ്യുക. കാർബോഹൈഡ്രേറ്റ് മാത്രം എടുക്കണോ അല്ലെങ്കിൽ എനർജി മാത്രം എടുക്കണോ, അങ്ങനെയല്ലല്ലോ. ഇപ്പോൾ ഇത്തിക്കണ്ണി എന്താണ്, അതിൻ്റെ ഹോസ്റ്റോറിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുകയല്ലേ ചെയ്യുക. അങ്ങനെയല്ലല്ലോ നമ്മൾ ചെയ്യണത്. നമുക്ക് ആവശ്യമുള്ള സാധനം പിക്ക് ചെയ്തല്ലല്ലോ നമ്മൾ കഴിക്കണേ. നമ്മൾ അങ്ങനെ തന്നെ കഴിക്കുകയാണ്. ബാക്കി ഡൈജഷനും അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് നമ്മുടെ ബോഡിയുടെ അകത്ത് വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ ന്യൂട്രിയൻസ് എങ്ങനെയാണ് എടുക്കുന്നത്? നമ്മൾ ഫുഡ് കഴിക്കണു, അത് ഡൈജസ്റ്റ് ചെയ്യണു. ഡൈജസ്റ്റ് ചെയ്തിട്ട് ഫുഡിൻ്റെ ഡൈജഷൻ എവിടെ മുതൽ സ്റ്റാർട്ട് ചെയ്യും? നമ്മുടെ വായ മുതൽ, നമ്മുടെ ഉമിനീര് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. നമ്മുടെ സലൈവയിൽ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്? ഡൈജസ്റ്റീവ് എൻസൈംസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ മെയിൻ ഡൈജഷൻ നടക്കുന്നത് എവിടെയാണ്? സ്റ്റൊമക്കിലാണ്. നമ്മുടെ HCl പോലുള്ള എൻസൈംസ് ആണ് അവിടെ ഉള്ളത്. അവരാണ് പ്രോപ്പർ ഡൈജഷനും കാര്യങ്ങളൊക്കെ നടത്തുക. ദെൻ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അബ്സോർപ്ഷൻ നടക്കും. ഈ ന്യൂട്രിയൻസ് ഏതൊക്കെയാണോ അത് അബ്സോർപ്ഷൻ നടക്കും. കാരണം ഒരു കാറ്റബോളിക് റിയാക്ഷനാണ് അല്ലേ. കഴിക്കുന്ന ഫുഡ് അങ്ങനെ തന്നെയാണ് അബ്സോർബ് ചെയ്യുന്നത് അല്ലെ. ഇപ്പോൾ ചോറ് കഴിക്കുന്നുണ്ടെങ്കിൽ അരിമണിയായിട്ടാണോ അല്ലെങ്കിൽ ചോറും വറ്റായിട്ടാണോ അബ്സോർബ് ചെയ്യുന്നത്? അല്ലല്ലോ. അത് ബ്രേക്ക് ഡൗൺ ചെയ്ത് കാർബോഹൈഡ്രേറ്റ് ആയി ദെൻ വീണ്ടും അത് സ്പ്ലിറ്റ് ചെയ്ത് അങ്ങനെയല്ലേ ബ്ലഡ് സ്ട്രീമിലോട്ട് അത് എന്ത് ചെയ്യുന്നത്? അബ്സോർബ് ചെയ്യുന്നത്. അതേപോലെ ഓരോന്നും ഇങ്ങനെ ബ്രേക്ക് ഡൗൺ ആയി അബ്സോർപ്ഷനൊക്കെ നടന്ന് എവിടെയാണോ ആ ഒരു പെർട്ടിക്കുലർ ന്യൂട്രീഷൻ്റെ ആവശ്യം, എലമെൻറ്റിൻ്റെ ആവശ്യം, അവിടേക്ക് അത് എന്ത് ചെയ്യപ്പെടും? നമ്മുടെ ബ്ലഡ് വഴി അത് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടും. എന്നിട്ട് എവിടെയാണോ അതിൻ്റെ വർക്കിംഗ് ഉള്ളത് അത് അവിടെ യൂസ് ചെയ്യും. ഇപ്പം ഞാനിപ്പോൾ പറയുന്നുണ്ട്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സംസാരിക്കണമെങ്കിൽ എന്ത് വേണം? എനിക്ക് എനർജി വേണം. അപ്പോൾ ആ ഒരു പെർട്ടിക്കുലർ ഭാഗത്തല്ലേ എനിക്ക് എനർജി വേണ്ടത്. എവിടെയാണോ എനർജി ആവശ്യമുള്ളത് ആ ഭാഗത്ത് എന്ത് ചെയ്യണം? സ്പെൻഡ് ചെയ്യണം. ഓക്കെ, ഇനി എന്തിനൊക്കെ സഹായിക്കും? എനർജി എവിടെയാണോ വേണ്ടത് അവിടെ പ്രൊവൈഡ് ചെയ്യാൻ, അതുപോലെ ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, പിന്നെ നമ്മുടെ ബാക്കി വൈറ്റലായിട്ടുള്ള ബയോളജിക്കൽ ഫങ്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ. അപ്പോൾ ഒരു ഓർഗാനിസത്തിൻ്റെ ഗ്രോത്ത്, അതിൻ്റെ മെയിൻ്റനൻസ്, അതിൻ്റെ റീപ്രൊഡക്ഷൻ, ഹെൽത്ത്, എന്തൊക്കെ ഡിസീസസ് അതിന് വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതെല്ലാതും ആ ഒരു പെർട്ടിക്കുലർ ഓർഗാനിസം കൺസ്യൂം ചെയ്യുന്ന ഫുഡിൽ എത്രത്തോളം ന്യൂട്രിയൻസ് ഉണ്ടെന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. അത് ബേസിക്കലി ന്യൂട്രീഷൻ എന്ന് പറയുകയാണെങ്കിൽ ന്യൂട്രീഷൻ നമുക്ക് മെയിനായിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷനും ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷനും. നമുക്കറിയാമല്ലേ എന്താണ് ഓട്ടോട്രോപ്പിക്, എന്താണ് ഹെറ്ററോട്രോപ്പിസം. ഓട്ടോട്രോപ്പിസം അല്ലെങ്കിൽ ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയുകയാണെങ്കിൽ സ്വയം ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ ഇനോർഗാനിക് മെറ്റീരിയൽസിൽ നിന്ന്. ഇനോർഗാനിക് എന്ന് പറയുമ്പോൾ എന്താ? ജീവനില്ലാത്ത നോർമൽ, ഇപ്പം നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്, വാട്ടർ,
അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് സൺലൈറ്റിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എനർജി സോഴ്സിൻ്റെ പ്രസൻസിൽ എന്ത് ചെയ്യാണ് ഫുഡ് ഉണ്ടാക്കുന്ന ആളുകളെയാണ് നമ്മൾ ഓട്ടോട്രോപ്പിക് ഓർഗാനിസംസ് എന്ന് പറയുക, അല്ലെങ്കിൽ ഓട്ടോട്രോപ്സ് എന്ന് പറയാം. ആ ഒരു പെർട്ടിക്കുലർ ന്യൂട്രീഷൻ ടൈപ്പിനെ ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയും. പ്ലാന്റ്സ്, അതുപോലെ തന്നെ ആൽഗീസ്, ചില ടൈപ്പ് ബാക്ടീരിയാസ്, ഇവരൊക്കെ എന്താണ് ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ കാണിക്കുന്ന ആളുകളാണ്. പ്ലാന്റ്സിൽ നമുക്കറിയാം അല്ലേ, സൺലൈറ്റ് യൂസ് ചെയ്തിട്ട് ആണ് എന്ത് ചെയ്യുന്നത്, ചെടികൾ ആഹാരം പ്രിപ്പയർ ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ. അതേപോലെ തന്നെയുള്ള ഒരാളുകളാണ് ആൽഗീസ്. ആൽഗീസും സൺലൈറ്റ് തന്നെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. ഇനി ചില ബാക്ടീരിയകളുണ്ട്, ഇവരെങ്ങനത്തെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെമിക്കൽ എനർജി ആയിരിക്കും യൂസ് ചെയ്യുക. ഓക്കെ, കെമിക്കൽ എനർജി യൂസ് ചെയ്തിട്ടായിരിക്കും ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോട്രോപ്പിക് ന്യൂട്രീഷൻ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഫോട്ടോസിന്തറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്, കീമോസിന്തറ്റിക് ന്യൂട്രീഷൻ ഉണ്ട്. ഫോട്ടോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ, ലൈറ്റ് സോഴ്സ് ആണ് അവർ യൂസ് ചെയ്യുന്നത് എനർജി സോഴ്സ് ആയിട്ട്. കീമോസിന്തറ്റിക് എന്ന് പറയുമ്പോൾ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് വഴിയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആ ഒരു ടൈപ്പ് അല്ലെങ്കിൽ ആ ഒരു എനർജി സോഴ്സ് വെച്ചിട്ടാണ് ബാക്കി പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. എന്ത് പ്രോസസ്സ്, ഏത് എനർജി സോഴ്സ് ആണെങ്കിലും നടക്കുന്നത് ഇനോർഗാനിക് ആയിട്ടുള്ള മെറ്റീരിയലിനെ എന്താക്കി മാറ്റാണ്, ഫുഡ് സോഴ്സ് ആക്കിയിട്ട് മാറ്റാണ് ചെയ്യുന്നത്. ഇനി ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ ഓട്ടോട്രോപ്പിക് ആയിട്ടുള്ള ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ആളുകൾ, അവരാണ് ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷൻസ് കാണിക്കുക. ആനിമൽസ്, ഫംഗസ്, അതുപോലെ ഒരുപാട് ബാക്ടീരിയാസ്, ഇവരൊക്കെ എന്താണ് ഹെറ്ററോട്രോപ്പിക് ന്യൂട്രീഷനാണ്. ഹെറ്ററോട്രോപ്പിക്കിനെ തന്നെ നമുക്ക് വീണ്ടും പല കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സാപ്ട്രോഫോബിക്, പാരസിറ്റിക്, ഹോളോസോയിക്, സിംബയോട്ടിക്. നമ്മൾ ഈ ഹോളോസോയിക് പറഞ്ഞു അല്ലേ, ഹ്യൂമൻസ് എന്താണ് ഹോളോസോയിക് ആണ്. എല്ലാതും നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. എന്നിട്ട് ഫർദർ ബ്രേക്ക് ഡൗണും ഡൈജഷനും അബ്സോർപ്ഷനും ഒക്കെ നടക്കുന്നത് നമ്മുടെ ബോഡിക്ക് അകത്ത് വെച്ചിട്ടാണ്. അവിടെ വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും, അതാണ് നമ്മുടെ യൂറിനും അതുപോലെ തന്നെ എക്സ്ക്രീറ്റി ആയിട്ടൊക്കെ പുറത്തു പോണത്. ഓക്കെ, ഹ്യൂമൻസും ആനിമൽസും ഒക്കെയാണ് നോർമലി ഹോളോസോയിക് ന്യൂട്രീഷൻസ് കാണിക്കുക. ഇനി സാപ്രോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ ഈ ഫംഗസ് ഒക്കെ മെയിനായിട്ട് കാണിക്കുന്നത്. ഇപ്പം നമ്മൾ ഫംഗസിനൊക്കെ എവിടെയാണ് മെയിനായിട്ട് കാണാറുള്ളത്, കൂണുകൾ എവിടെയാണ് കാണാറുള്ളത്, ഈ ഡെഡ് ആൻഡ് ഡീക്കി ആയിട്ടുള്ള മാറ്ററിലായിരിക്കും അല്ലേ. എവിടെയെങ്കിലുമൊക്കെ കുറേ കരിയില കിടക്കുന്നുണ്ട്, പെട്ടെന്നൊക്കെ മഴ പെയ്ത് കഴിഞ്ഞാൽ ഈ കരിയിലയുടെ അവിടേക്ക് ചെറിയ ചെറിയ കൂണുകളൊക്കെ മുളച്ച് നിൽക്കുന്ന കണ്ടിട്ടുണ്ടാവും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാം പേജിൽ ഞാൻ കുറച്ച് ഫംഗസിൻ്റെ ഒക്കെ ഫോട്ടോസ് ഇട്ടിട്ടുണ്ട്. അതിൽ നോക്കിയാൽ കാണാം, അതിന് ചുറ്റും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ ചില ഡീക്കേ ചെയ്യുന്ന വുഡിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക, ചിലത് ലീഫിൻ്റെ പുറത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതായത് മെയിനായിട്ട് ഡെഡ് ആൻഡ് ഡീക്കേ ആയിട്ടുള്ള മാറ്ററിൽ നിന്നാണ് ഇവർ അവരുടെ ഫുഡ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ സാപ്രോട്രോപ്പിക് ന്യൂട്രീഷൻ എന്ന് പറയുന്നത്. ഫംഗസും ഡീകമ്പോസേഴ്സും ഒക്കെയാണ് ഇതിൻ്റെ എക്സാമ്പിൾസ്. പാരസിറ്റിക് ന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത്തിക്കണ്ണിയൊക്കെയാണ് എക്സാമ്പിൾ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ ഇപ്പോൾ ഒരു ആനിമലിൻ്റെ ബോഡി എടുത്താൽ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ മാത്രമല്ല ഉള്ളത്, വേറെ ഒരുപാട് ആളുകൾ ജീവിക്കുന്നുണ്ട്. ഒരുപാട് ബാക്ടീരിയാസ് ഉണ്ട്, നല്ല ബാക്ടീരിയാസ് ഉണ്ട്, ചീത്ത ബാക്ടീരിയകളുണ്ട്. അതുപോലെ തന്നെ വേംസ്, ഇപ്പോൾ ടേപ്പ് വേംസ് ഹ്യൂമൻസിൻ്റെ ബോഡിയിൽ ഉണ്ടാവാനുള്ള ആളാണ്. ഓക്കെ, ടേപ്പ് വേംസ് ഇവരൊക്കെ ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നുണ്ട്. പക്ഷെ ഇവർ നമ്മൾ കഴിക്കുന്ന അതേ ഫുഡാണോ എടുക്കുന്നത്? അല്ല, നമ്മൾ കഴിച്ച് ഡൈജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂട്രീഷൻ, ഈ ന്യൂട്രീഷനെയാണ് ഇവർ എന്ത് ചെയ്യുന്നത്, അബ്സോർബ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ഇപ്പോൾ മാവിൻ്റെ കൊമ്പുമ്മലൊക്കെ ഇത്തിക്കണ്ണിയൊക്കെ പിടിച്ചിരിക്കുന്നില്ലേ, ഈ ഇത്തിക്കണ്ണി മാവിൻ്റെ എന്താ എടുക്കണേ, ഓൾറെഡി മാവ് പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുള്ള ഫുഡ് ഡയറക്റ്റ്ലി അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അബ്സോർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, വലിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയുള്ളവരാണ് ലിവിങ് ആയിട്ടുള്ള ഒരെണ്ണത്തിൽ നിന്ന് ഡയറക്റ്റ് ഫുഡ് എടുക്കുന്ന ആളുകളാണ് പാരസിറ്റിക് ന്യൂട്രീഷൻ. സാപ്രോട്രോഫിക് എന്ന് പറയുകയാണെങ്കിൽ ഡെഡ് ആയിട്ടുള്ളതിൽ നിന്ന് ഫുഡ് എടുക്കുകയാണെങ്കിൽ അതാണ് സാപ്രോട്രോപ്പിക്. ഹോളോസോയിക് എന്ന് പറയുകയാണെങ്കിൽ ഡയറക്റ്റ് നമ്മളെല്ലാം കൂടി ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതും എല്ലാം കൂടി കൺസ്യൂം ചെയ്തിട്ട് ഫർദർ അതിൻ്റെ ഡൈജഷനും അബ്സോർപ്ഷനൊക്കെ ആ ഒരു പർട്ടിക്കുലർ ഓർഗാനിസത്തിൽ നടക്കുകയാണെങ്കിൽ അതാണ് ഹോളോസോയിക് ന്യൂട്രീഷൻ. സിംബയോട്ടിക് ന്യൂട്രീഷൻ എന്ന് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഓർഗാനിസംസ്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് ഒരുമിച്ച് എന്ത് ചെയ്യാണ്, മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ട്, മ്യൂച്വലി രണ്ട് പേർക്കും ബെനിഫിറ്റഡ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ അതാണ് സിംബയോട്ടിക് ടൈപ്പ് ഓഫ് ന്യൂട്രീഷൻ. ലൈക്കൻസ് അതിനൊരു എക്സാമ്പിളാണ്. ലൈക്കൻസ് ഒരു എക്സാമ്പിളാണ്. ലൈക്കൻസ് എന്ന് പറയുന്നത് ആൽഗയുടെയും ഫംഗസിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അറിയായിരിക്കും അല്ലേ ലൈക്കൻസ് എന്താണ്. അപ്പോൾ സിംബയോട്ടിക് റിലേഷൻഷിപ്പിൽ എന്താണുള്ളത്, രണ്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസ് മ്യൂച്വലി ഡിപ്പെൻഡൻ്റ് ആയിട്ട് ലീവ് ചെയ്യുക.
അവർ പരസ്പരം എന്തായിരിക്കും, രണ്ടുപേർക്കും തനിയെ നിൽക്കാൻ പറ്റാതെ, സർവൈവ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും ഇവർ തമ്മിൽ കൂടിയിട്ടുള്ള സ്ട്രക്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, സർവൈവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ശരിക്കും ലൈക്കൻസ് എന്ന് പറയണത് ഒരു സിംബയോട്ടിക് റിലേഷൻഷിപ്പ് അല്ല, ശരിക്കും സ്ലേവ് മാസ്റ്റർ റിലേഷൻഷിപ്പാണ് നമ്മുടെ ലൈക്കനിൽ വരുന്നത്. നമ്മളത് ലൈക്കൻസിൻ്റെ ക്ലാസ്സിലൊക്കെ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യമായിരുന്നു. ഇനി ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. ഇതെല്ലാവർക്കും മനസ്സിലായില്ലേ? എന്താണ് ഓട്ടോട്രോപിക് ന്യൂട്രീഷൻ, എന്താണ് ഹെറ്ററോട്രോപിക് ന്യൂട്രീഷൻ? കോമൺ ആയിട്ട് അറിയുന്ന കാര്യമാണ് അല്ലേ? ബാലൻസ്ഡ് ഡയറ്റ്, അതിനു മുന്നേ എന്താണ് ഡയറ്റ്? ഡയറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഓർഗാനിസം ഡെയിലി കൺസ്യൂം ചെയ്യുന്ന ഫുഡ്, അതാണ് എന്ത്? ഡയറ്റ്. ഡയറ്റ് ഇസ് ദ റെഗുലർ ഫുഡ് ആൻഡ് ഡ്രിങ്ക് കൺസ്യൂംഡ് ബൈ എൻ ഇൻഡിവിജ്വൽ ഒരു ഓർഗാനിസം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, അതിനാണ് നമ്മൾ എന്തെന്ന് പറയണേ, ഈ ഡയറ്റ് എന്ന് പറയണേ. അപ്പം എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? ഇപ്പോൾ വീഡിയോസിലൊക്കെ കാണാറില്ലേ, കുറച്ച് ചോറ്, കൂടുതൽ വെജിറ്റബിൾസ്, കുറച്ച് സാലഡ്സ്, കുറച്ച് പ്രോബയോട്ടിക് ഉള്ള എന്തെങ്കിലും, കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ സൈഡിൽ വെച്ചിട്ട്, അങ്ങനെയൊക്കെ അല്ലേ കൂടുതൽ പേരും ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്ലേറ്റ്സ് ഒക്കെ വെച്ചിട്ട് കാണാറില്ലേ? ബാലൻസ്ഡ് ഡയറ്റ് ആണ് എന്തൊക്കെയാണോ നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എന്താണ് ലിവിങ്ങിന് വേണ്ടത്, സസ്റ്റൈനബിൾ ആയിട്ട് നമ്മുടെ ബോഡി കണ്ടീഷൻ ചെയ്ത് പോവാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാതും എന്ത് ചെയ്യാണ്, കുറേശ്ശെ കൊടുക്കുകയാണ് ബാലൻസ്ഡ് ഡയറ്റിൽ ചെയ്യണത്. ബാലൻസ്ഡ് ഡയറ്റ് is a diet that provide all the essential nutrients such as carbohydrates, proteins, fats, vitamins, minerals, water and fiber in the correct proportions and amount required to maintain good health, support normal body functions and promote overall well-being. എന്തൊക്കെയുണ്ട് അതിൽ? ഒരു ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുമ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടാവും, പ്രോട്ടീൻസ് ഉണ്ടാവും, ഫാറ്റ് ഉണ്ടാവും, വൈറ്റമിൻസ് ഉണ്ടാവും, മിനറൽസ് ഉണ്ടാവും, വാട്ടർ, ഫൈബർ, അങ്ങനെ എന്തൊക്കെ നമ്മുടെ ബോഡിക്ക് എന്തിനൊക്കെ ഗുഡ്, ഒരു നല്ലൊരു ഹെൽത്തിന്, നമ്മുടെ നോർമൽ ബോഡി ഫങ്ഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ, അതുപോലെ നമ്മുടെ ഒരു ഓവറോൾ വെൽബീയിങ്ങിനൊക്കെ നമുക്ക് നല്ല കോൺഷ്യസ്നെസ് വേണം, നല്ല സൈറ്റ് വേണം, എല്ലാത്തിനും എന്തൊക്കെ വേണോ കുറച്ച് എമൗണ്ടിൽ എല്ലാം കൺസ്യൂം ചെയ്യുന്നതിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുക. Okay, it ensures that the body receives the right amount of energy and nutrients to prevent deficiencies, promote growth and development, and reduce the risk of diseases related to malnutrition or excess consumption of certain nutrients. ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മളെ എന്തിനൊക്കെ ഹെൽപ്പ് ചെയ്യും? റൈറ്റ് എമൗണ്ട് ഓഫ് എനർജി, എത്രത്തോളം എനർജി നമുക്ക് വേണോ, എത്രത്തോളം കാലറീസ് നമുക്ക് വേണോ അത്രത്തോളം കാലറീസ് മാത്രമേ, അല്ലെങ്കിൽ എനർജി മാത്രമേ നമ്മൾ കൺസ്യൂം ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്തൊക്കെ ബെനിഫിറ്റ് ഉണ്ടാവും? പ്രിവെൻറ്റ് ഡെഫിഷ്യൻസീസ്. ഇപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡിൽ വൈറ്റമിൻസ് ഇല്ല എന്ന് വിചാരിക്കുക, വൈറ്റമിൻസ് ഇല്ലെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് വരും. മിനറൽസ് ഇല്ല എന്ന് വിചാരിക്കുക, മിനറൽ ഇല്ലെങ്കിൽ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങൾ വരും. വെള്ളം ഇല്ല, നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം കുടിക്കുന്നില്ല, ആവശ്യത്തിനുള്ള ഫൈബർ നമ്മുടെ ബോഡിയിൽ എത്തുന്നില്ല. ഇതൊക്കെ നമ്മുടെ ബോഡിയുടെ ഇൻബാലൻസിന് കാരണമാവും, ഡെഫിഷ്യൻസി ഡിസീസസ് നമുക്ക് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ പ്രൊമോട്ട് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്, നമ്മുടെ ഗ്രോത്തിനും നല്ല ഡെവലപ്മെൻറ്റിനും ഹെൽപ്പ് ചെയ്യും. പ്ലസ് അതുപോലെ തന്നെ മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ എന്താ? ന്യൂട്രീഷൻ നമുക്കറിയാം ഇപ്പോൾ അല്ലേ, എന്താ ന്യൂട്രീഷൻ നമുക്കറിയാം. മാൽന്യൂട്രീഷൻ എന്ന് പറയുമ്പോൾ കറക്റ്റ് അല്ല, ന്യൂട്രീഷൻ ഇല്ല, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡല്ല നമ്മൾ കഴിക്കണേ. നമ്മൾ കഴിക്കുന്നത് വെറും എന്തൊക്കെയോ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കും, കുറേ ജങ്കായിട്ടുള്ള എന്തൊക്കെയോ കഴിച്ചുകൊണ്ടിരിക്കുക, പക്ഷെ നമ്മുടെ ബോഡിക്ക് ആവശ്യമുള്ള ഒന്നും നമ്മൾ കഴിക്കുന്നില്ല. അങ്ങനെ ആവുമ്പോൾ എന്ത് സംഭവിക്കും? മാൽന്യൂട്രീഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് വരും. ഓക്കെ, മാൽന്യൂട്രീഷനിൽ എന്തൊക്കെ വരും? ഈ കാർബോഹൈഡ്രേറ്റ് കുറവുള്ള സമയത്ത് വരുന്നത്, അതുപോലെ പ്രോട്ടീൻസ് കുറവാണെങ്കിൽ, നമ്മൾ കഴിക്കുന്നതിൽ ഫാറ്റ് കുറവാണെങ്കിൽ, മിനറൽസ് കുറവാണെങ്കിൽ, എന്ത് കുറവാണെങ്കിലും ഈ മാൽന്യൂട്രീഷൻസ് ആയിട്ടുള്ള ഡിസീസസ് നമുക്ക് വരും. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവറായിട്ട് നമ്മൾ ഏതെങ്കിലും കൺസ്യൂം ചെയ്തെന്ന് വെച്ചാൽ, കാർബോഹൈഡ്രേറ്റ് ഒരുപാട് കൺസ്യൂം ചെയ്യുന്ന ആൾ, ഒരുപാട് ചോറ് കഴിക്കുന്ന ആളാണെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് എന്ത് പറ്റും? ഷുഗർ വരാനുള്ള ചാൻസ് നല്ല കൂടുതലാണ്. ആളുടെ ബോഡിയുടെ മെറ്റബോളിസം കറക്റ്റ് അല്ല, ആളുടെ ഫാമിലി ഹിസ്റ്ററിയിൽ ഒരു ഷുഗർ പേഷ്യൻ്റ് ഉണ്ട് എന്നൊക്കെ ആണെങ്കിൽ വരാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ടുള്ള കൺസംഷൻ വഴിയുള്ള പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം, കുറവായിട്ട് വരുന്ന പ്രശ്നങ്ങൾ നമുക്ക് ഒഴിവാക്കാം, ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന അതിനൊക്കെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്തിനെ, ഡെവലപ്മെൻറ്റിനെയൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് കമ്പോണൻസ് മെയിനായിട്ട് ബാലൻസ്ഡ് ഡയറ്റിൽ വരുന്ന? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, വൈറ്റമിൻസ്, മിനറൽസ്, വാട്ടർ, ഫൈബർ, ഇതെല്ലാം ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ഡെയിലി കൺസ്യൂം ചെയ്യുന്നതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്.
ഇനി ന്യൂട്രീഷണൽ ഡിസോർഡേഴ്സ്. ഇതിൽ നമ്മൾ മെയിനായിട്ട് വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസ് ആണ് ആദ്യം പറയണത്. വൈറ്റമിൻ ഡെഫിഷ്യൻസി ഡിസീസസിൽ കുറേ ഡിസീസസ് നമ്മൾ കേട്ടിട്ടുള്ളത് തന്നെയായിരിക്കും. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന 2 ടൈപ്പ് ഡിസീസസ് ആണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സും അതുപോലെ തന്നെ ഡ്രൈ സ്കിന്നും. ദെൻ വൈറ്റമിൻ ബി കോംപ്ലക്സിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടാണ് ബെറിബെറി, അതുപോലെ പെല്ലഗ്ര, ദെൻ അനീമിയ ഒക്കെ ഉണ്ടാവുക. വൈറ്റമിൻ സി ആണെങ്കിൽ സ്കർവി ഉണ്ടാവും. വൈറ്റമിൻ ഡി ആണെങ്കിൽ റിക്കറ്റ്സ്, അതുപോലെ വൈറ്റമിൻ ഇ ആണെങ്കിൽ മസിൽ വീക്ക്നെസ്, ന്യൂറോളജിക്കൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവും. വൈറ്റമിൻ കെ ആണെങ്കിൽ ബ്ലഡ് ക്ലോട്ടിങ് ഡിസോർഡേഴ്സും കാര്യങ്ങളൊക്കെ ആണ് മെയിനായിട്ട് ഉണ്ടാവുക. അപ്പോൾ നമ്മൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി എന്തൊക്കെയാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് കോസ് ചെയ്യുന്നത്, അതുപോലെ നമ്മൾ പറഞ്ഞില്ലേ ഇപ്പോൾ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്നൊരു ഡിസീസാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതായത് സന്ധ്യയായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ട് കണ്ണ് മര്യാദയ്ക്ക് കാണാതിരിക്കുക, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, രാത്രി ആയാലല്ല, സന്ധ്യ ആകുമ്പോൾ തൊട്ടേ എന്തെയില്ല, നമുക്ക് ക്ലിയർ ആയിട്ട് വിഷ്വൽസ് ഒന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ റോൾ ഓഫ് വൈറ്റമിൻ എ. വൈറ്റമിൻ എ എന്തിനാണ് നമ്മുടെ ബോഡിയിലുള്ളത്, എന്നാലല്ലേ അതിൻ്റെ ഡെഫിഷ്യൻസി എന്തിനാണെന്ന് അറിയുള്ളൂ, ഉണ്ടാക്കുന്നത് ഡെഫിഷ്യൻസി എന്ത് കോസ് ചെയ്യുന്നത് നമുക്കറിയുള്ളൂ. റോൾ ഓഫ് വൈറ്റമിൻ എ എന്ന് പറയുമ്പോൾ വൈറ്റമിൻ എ ഇസ് ക്രൂഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് റോഡോപ്സിൻ. നമ്മുടെ കണ്ണിലുള്ള 2 ടൈപ്സ്, നമ്മുടെ റെറ്റിനയിലുള്ള 2 ആളുകളാണ് റോഡോപ്സിനും ഫോട്ടോപ്സിനും. അപ്പോൾ ഈ റോഡോപ്സിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ളൊരു എലമെൻ്റാണ് വൈറ്റമിൻ എ എന്ന് പറയുന്നത്. എ ലൈറ്റ് സെൻസിറ്റീവ് പിഗ്മെൻറ്റ് ദാറ്റ് ഫൗണ്ട് ഇൻ ദ റോഡ് സെൽസ് ഓഫ് ദ റെറ്റിന. റോഡോപ്സിൻ ഹെൽപ്സ് ദ ഐ ടു ഡിറ്റക്ട് ലൈറ്റ് ഇൻ ഡിം കണ്ടീഷൻസ്. ലൈറ്റ് കുറച്ച് ഡിമ്മായിരിക്കുന്ന കണ്ടീഷൻസിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഐസൈറ്റ്, ഒരു സൈറ്റ് നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ കണ്ണിൻ്റെ റെറ്റിനയിലുള്ള റോഡ് സെൽസിലുള്ള ഈ റോഡോപ്സിൻ എന്ന് പറയുന്ന ആൾ കാരനാണ്. റോഡോപ്സിൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടാവണമെങ്കിൽ വൈറ്റമിൻ എയുടെ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ടിൽ വൈറ്റമിൻ എ എന്ത് വേണം, നമ്മുടെ ബോഡിയിൽ വേണം, എന്നാൽ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ. ഇതാണ് വൈറ്റമിൻ എയുടെ റോള്. അപ്പോൾ ഇഫക്റ്റ് ഓൺ റെറ്റിന. വെൻ ദർ ഇസ് എ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ എ ദ ബോഡി കനോട്ട് പ്രൊഡ്യൂസ് ഇനഫ് റോഡോപ്സിൻ. വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റില്ല, റോഡോപ്സിൻ്റെ കറക്റ്റ് എമൗണ്ടിൽ, ഇനഫായിട്ടുള്ള എമൗണ്ടിൽ പ്രൊഡക്ഷൻ നടത്താൻ പറ്റില്ല, ലീഡിങ് ടു ഡിഫിക്കൽട്ടീസ് ഇൻ അഡാപ്റ്റിംഗ് ടു ലോ ലൈറ്റ്. അപ്പോൾ ലോ ലൈറ്റ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കറക്റ്റായിട്ട് നമുക്ക് കാണാൻ പറ്റില്ല. ദിസ് റിസൾട്ട്സ് ഇൻ പുവർ നൈറ്റ് വിഷൻ ഓർ കംപ്ലീറ്റ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. എന്തൊക്കെ ഉണ്ടാക്കും, ഒന്നെങ്കിൽ ചെറുതായിട്ട് കാണാൻ പറ്റുന്നതോ അല്ലെങ്കിൽ നൈറ്റിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ബ്ലൈൻഡായി പോകുന്നു. ഇപ്പോൾ വിശ്വമാധവൻ സിനിമയിലൊരു സീനില്ലേ, ലൈറ്റ് ഓഫായി പോകുന്ന സമയത്ത്, കറണ്ട് പോണ സമയത്ത് പിള്ളേച്ച അതിൻ്റെ കണ്ണടിച്ചു പോയി എന്ന് പറയുന്ന ഒരു സെറ്റപ്പ്. അതെങ്ങനെയാണ്, കണ്ണടിച്ചു പോയതല്ല, അവിടെ നമുക്ക് കണ്ണ് കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, ആ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ തീരെ കാണാൻ പറ്റാത്തതാണ്. ഓക്കെ, അതുണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണമാണ്. ദെൻ സിംറ്റംസ്, എന്തൊക്കെ സിംറ്റംസ് ഉണ്ടാവും വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കാരണം? ഡിഫിക്കൽട്ടി ടു സീ ഇൻ ഡിം ലൈറ്റ് ഓർ ഡാർക്ക്നെസ്. ഡാർക്ക്നെസ്സിലും ഡിം ലൈറ്റിലും ഡിഫിക്കൽട്ടായിരിക്കും നമുക്ക് കാണുക എന്ന് പറയുന്നത്. ദെൻ ഡ്രൈനെസ് ഓഫ് ദി ഐസ്, സിറോഫ്താൽമിയ എന്ന് പറയും. ഡ്രൈനെസ്, ഒരു കണ്ണിന് മൊത്തത്തോടെ ഒരു ഡ്രൈനെസ് ആയിരിക്കും ഉണ്ടായിരിക്കുക, അത്ര പ്ലസൻ്റ് ആയിരിക്കില്ല. അതുപോലെ കോർണിയൽ ഡാമേജ് ഇൻ സിവിയർ കേസസ്. നല്ല സിവിയർ കേസസ് ആണെങ്കിൽ വൈറ്റമിൻ എ അത്രത്തോളം കുറവാണെന്നുണ്ടെങ്കിൽ എന്താവും, കോർണിയൽ ഡാമേജസ് ഉണ്ടാവും. അതുപോലെ തന്നെ പല സിവിയർ കേസസ് ആണെങ്കിൽ നമുക്ക് തീരെ കാണാൻ പറ്റില്ല. ദെൻ നമ്മുടെ ഒരു കണ്ണിൻ്റെ ചുറ്റും നമ്മുടെ ആ ഒരു കൃഷ്ണമണി ഉണ്ടല്ലോ, അതുമേലൊരു വൈറ്റ് ഷെയ്ഡ്സ്, വൈറ്റ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവാൻ കാരണമാവും. ഇതൊക്കെ സിവിയർ കേസിലാണ്. ഇനി എന്തൊക്കെ ഫുഡ് കഴിച്ചാൽ, എന്ത് ടൈപ്പ് ഫുഡൊക്കെ കഴിച്ചാൽ നമുക്ക് വൈറ്റമിൻ എ കിട്ടും എന്ന് നോക്കിയാൽ, ആനിമൽ ബേസ്ഡ് സോഴ്സസ്, ഇപ്പം ലിവർ കഴിക്കുകയാണെങ്കിൽ, അതുപോലെ എഗ്ഗ്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ്, ഇതൊക്കെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വൈറ്റമിൻ എ കിട്ടും. അതുപോലെ പ്ലാന്റ് ബേസ്ഡ് ആയിട്ടുള്ള സോഴ്സാണ് നോക്കുന്നതെങ്കിൽ റിച്ച് ഇൻ ബീറ്റാ കരോട്ടീൻ, ദെൻ ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടറ്റോസ്, സ്പിനാച്ച്, കെയില്, ദെൻ അതർ ലീഫി വെജിറ്റബിൾസ്. ഇപ്പോൾ നമ്മൾ അറിയില്ലേ, ചീര കുറേ കഴിക്കണം, അതുപോലെ സ്പിനാച്ച്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴിക്കുകയാണെങ്കിൽ എന്ത് കിട്ടും, വൈറ്റമിൻ എ ഉണ്ടാവും. ആനിമൽ ബേസ്ഡ് ആണെങ്കിൽ ലിവർ, എഗ്ഗ്, ഫിഷ്, ഡയറി പ്രൊഡക്ട്സ് ഒക്കെ. ദെൻ പ്ലാന്റ് ബേസ്ഡ് ആണെങ്കിൽ ക്യാരറ്റ്സ്, സ്വീറ്റ് പൊട്ടറ്റോസ്, സ്പിനാച്ച്, പിന്നെ അതുപോലെയുള്ള ഗ്രീൻ വെജിറ്റബിൾസ്, ലീഫി വെജിറ്റബിൾസ്. ഇനി എന്തൊക്കെ ചെയ്താൽ നമുക്ക് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും, വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കൊണ്ട് ഉണ്ടാകുന്ന ഡിസീസിന്, അല്ലെങ്കിൽ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റ്സ് ഇതിനുണ്ട്? ഒന്ന്, വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഡയറ്റ് എന്താ, നമ്മൾ കൺസ്യൂം ചെയ്യുന്ന ഫുഡാണ് ഡയറ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു ഇതെന്ന് പറയുന്നത് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്.
പ്രിവെൻറ്റ് ചെയ്യാൻ എങ്ങനെയാണ് പറ്റുക? വൈറ്റമിൻ എയുടെ സോഴ്സുള്ള ഫുഡുകൾ കൺസ്യൂം ചെയ്യുക എന്നുള്ളതാണ്. കൺസ്യൂമിങ് ഫുഡ് ദാറ്റ് ആർ ഹൈ ഇൻ വൈറ്റമിൻ എ ഓർ ബീറ്റാ കരോട്ടിൻ. ബീറ്റാ കരോട്ടിനോ വൈറ്റമിൻ എയോ ഉള്ള ഫുഡ് നന്നായിട്ട് കഴിക്കുക. അല്ലെങ്കിൽ സപ്ലിമെൻറ്റേഷൻസ് കഴിക്കുക. ഇപ്പം വൈറ്റമിൻ എയുടെ ക്യാപ്സ്യൂൾസ് ഒക്കെ ഉണ്ടായിരിക്കില്ലേ, അതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ fortified foods. In some regions, foods like cooking oil, milk or rice are fortified with vitamin E to help prevent deficiencies. ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ അല്ലെങ്കിൽ നമ്മുടെ യൂട്യൂബിലൊക്കെ ചില വീഡിയോസ് കാണാറില്ലേ, അരി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഴുകി അതിൽ ഓരോ തവണ കഴുകുമ്പോഴും അതിലൊരു ചെറിയ പശ പോലെ വരണു, അല്ലെങ്കിൽ ഒരു ചെറിയൊരു കറുത്തൊരു ഷെയ്ഡ് പോലെ വരണു, ഇത് ഭയങ്കര മായം കലർന്നിട്ടുള്ളതാ, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നമ്മൾ പറയില്ലേ. പക്ഷേ മെജോറിറ്റി ഓഫ് ദ കേസിൽ അതെന്തായിരിക്കും, ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള റൈസ് ആയിരിക്കും. ഇപ്പോൾ എന്തെങ്കിലും ആ ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി കൊണ്ട് ഡിസീസസ് വരാതിരിക്കാൻ, ഇപ്പോൾ നിങ്ങൾ ഗോൾഡൻ റൈസ് നമ്മൾ പഠിച്ചിട്ടില്ലേ. ഗോൾഡൻ റൈസ് എന്ന് പറയണത് ഒരു എന്താണ്, ഒരു നമ്മൾ ബയോടെക്നോളജിക്കലി നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു ഹൈബ്രിഡ് വെറൈറ്റിയാണ് ഗോൾഡൻ റൈസ്. ഈ ഗോൾഡൻ റൈസ് നമ്മൾ ഡയറ്റിലുണ്ടെങ്കിൽ എന്താണ്, അവിടെയും വൈറ്റമിൻ എയുടെ തന്നെയായിരുന്നു, ഐ തിങ്ക് വൈറ്റമിൻ എയുടെ തന്നെയായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ. ഡെഫിഷ്യൻസി കുറയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. സെയിം അതേപോലെ തന്നെ ഫോർട്ടിഫൈഡ് റൈസ് എന്ന് പറയുമ്പോൾ ഇത് പുറത്ത് കോട്ട് ചെയ്യാണ് ചെയ്യുക. എല്ലാം കഴിഞ്ഞിട്ട് പ്രോസസ്സിങ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ അരിയുടെ പുറത്ത് ഇതിൻ്റെ ഒരു കോട്ടിങ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ എന്താവും, വൈറ്റമിൻ എ നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമുള്ളത് എത്രയാണോ അതിനനുസരിച്ച് കിട്ടും. അപ്പോൾ ഒന്നെങ്കിൽ ഫോർട്ടിഫൈഡ് ആയിട്ടുള്ള ഫുഡ്സ് കഴിക്കുക, അല്ലെങ്കിൽ അതിൻ്റെ സപ്ലിമെൻറ്റ്സ് കഴിക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള വേ എന്ന് പറയുന്നത് നമ്മുടെ ഡയറ്റിൽ, നമ്മുടെ നോർമലായിട്ടുള്ള നമ്മുടെ ഡയറ്റിൽ വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഫുഡ്സ് ഇൻക്ലൂഡ് ചെയ്യുക എന്നുള്ളതാണ് നല്ലൊരു കാര്യം. ഓക്കെ, അപ്പോൾ ഇത്രയാണ്. ഇനി ഇതിൽ വൈറ്റമിൻ ഡിയുടെ ഡിസീസസ് പറയുന്നുണ്ട്. അനീമിയ ഉണ്ടാവുന്നത് B6, വൈറ്റമിൻ B6, വൈറ്റമിൻ B9, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസീസ് ക്യാൻ കോസ് വേരിയസ് ഫോംസ് ഓഫ് അനീമിയ. അതുപോലെ തന്നെ ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, തൈമിൻ, B6 ആൻഡ് B12 ഡെഫിഷ്യൻസീസ് ക്യാൻ ലീഡ് ടു നെർവ് ഡാമേജ്, മെമ്മറി ലോസ് ആൻഡ് കൺഫ്യൂഷൻ. Skin disorders, B2, B3, B6 and B7 deficiencies can cause rashes, dermatitis and other skin issues. Gastrointestinal problems, vitamin B3, B6, B9 deficiencies can lead to digestive issues like diarrhea. വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാകുന്ന മെയിൻ ഡിസീസസ് ഏതൊക്കെയാണ്? അനീമിയ, ന്യൂറോളജിക്കൽ ഇഷ്യൂസ്, സ്കിൻ ഡിസോർഡേഴ്സ്, ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ പ്രോബ്ലംസ് ഒക്കെയാണ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വൈറ്റമിൻ ബിയുടെ കൂടുതൽ കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മൾ വൈറ്റമിൻ എയുടെ പറഞ്ഞില്ലേ, എന്തൊക്കെയാണ് സിംറ്റംസ്, എന്തൊക്കെയാണ് സോഴ്സസ് എന്നൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.